വിയർപ്പ് ഗ്രന്ഥിയിലൂടെ പാൽ പുറന്തള്ളുന്ന ജീവി ഏത്? സീബ്ര, പ്ലാറ്റിപ്പസ്, ഹിപ്പോ, ധ്രുവക്കരടി. ഉത്തരം പ്ലാറ്റിപ്പസ്. പ്ലാറ്റിപ്പസും എക്കിഡിനെയും ചർമ്മത്തിലെ പ്രത്യേക ഗ്രന്ഥിയിലൂടെ പാൽ വിയർക്കുന്നു. വായ വഴി വെള്ളം കുടിക്കാത്ത ജീവി ഏത്? തവള, പാമ്പ്, മത്സ്യം, മുതല. ഉത്തരം തവള. തവളകൾക്ക് വായ ഉപയോഗിച്ച് വെള്ളം കുടിക്കേണ്ട ആവശ്യമില്ല. അവരുടെ ചർമ്മത്തിലൂടെ വെള്ളം ആഗിരണം ചെയ്യുന്നു. അവരുടെ വയറുകളിൽ ഡ്രിങ്കിംഗ് പാച്ച് എന്ന് വിളിക്കുന്ന ഒരു ചർമ്മ പ്രദേശമുണ്ട്. അത് അവർക്ക് ആവശ്യമായ എല്ലാ വെള്ളവും ലഭിക്കാൻ ഉപയോഗിക്കുന്നു. പഴങ്ങൾ പാകമാകാൻ ഹോർമോണായി പ്രവർത്തിക്കുന്ന വാതകം ഏത്? മീഥെയ്ൻ, നൈട്രജൻ, എഥിലീൻ, ബോറോൺ. ഉത്തരം എഥിലീൻ. സസ്യങ്ങളുടെ വളർച്ചാ ഹോർമോണായി പ്രവർത്തിക്കുന്ന വാതകമാണ് എഥിലീൻ. ഇത് സസ്യങ്ങളും പഴങ്ങളും പുറത്തുവിടുന്നു. പഴങ്ങളുടെ പാകമാകൽ പ്രക്രിയയെ എഥിലീൻ നിയന്ത്രിക്കുന്നു. ആൻറ്റിബാക്ടീരിയൽ ഗുണമുള്ള ലോഹം ഏത്? ഇരുമ്പ്, ഓട്, അലൂമിനിയം, ചെമ്പ്. ഉത്തരം ചെമ്പ്. ചെമ്പ് അല്ലെങ്കിൽ ചെമ്പിൻ്റെ ലോഹസങ്കരങ്ങളായ ലോഹപദാർത്ഥങ്ങൾ പ്രകൃതിദത്ത ആൻറ്റിബാക്ടീരിയൽ സംയുക്തങ്ങളാണ്. മറ്റ് സംശുദ്ധമായ ലോഹങ്ങളായ ടൈറ്റാനിയം, സിങ്ക് അല്ലെങ്കിൽ നിക്കൽ എന്നിവയ്ക്കും ആൻറ്റിബാക്ടീരിയൽ ഗുണങ്ങളുണ്ടെന്ന് കണ്ടെത്തി. ദ്രാവകവും ഖരവുമായ ഓക്സിജന്റെ നിറം എന്ത്? മഞ്ഞ, വെള്ള, നീല, പച്ച. ഉത്തരം നീല. ദ്രവവും ഖരവുമായ ഓക്സിജൻ ഇളം നീലയാണ്. താഴ്ന്ന ഊഷ്മാവിലും ഉയർന്ന മർദ്ദത്തിലും ഓക്സിജൻ അതിൻ്റെ രൂപം നീല മോണോക്ലിനിക് പരലുകളിൽ നിന്ന് ഓറഞ്ച്, ചുമപ്പ്, കറുപ്പ് കൂടാതെ ഒരു ലോക രൂപത്തിലേക്ക് മാറുന്നു. മർദ്ദത്തിലൂടെ മാത്രം ഖരമാക്കാൻ കഴിയുന്ന മൂലകം ഏത്? കാർബൺ, നൈട്രജൻ, ഹീലിയം, ആർഗോൺ. ഉത്തരം ഹീലിയം. സാധാരണ മർദ്ദത്തിൽ ഊഷ്മാവ് താഴ്ത്തി ദൃഢീകരിക്കാൻ കഴിയാത്ത ഒരേ ഒരു മൂലകമാണ് ഹീലിയം. ഇതിനോടൊപ്പം മർദ്ദം വർദ്ധിപ്പിക്കുകയും വേണം. സൈക്കോപാത്തുകൾക്ക് കുറവുള്ള വികാരം ഏത്? കേൾവി, കാഴ്ച, മണം, ലൈംഗികത. ഉത്തരം മണം. മനോരോഗികൾ കുപ്രസിദ്ധമായ തന്ത്രശാലികളാണ്. കൂടാതെ മാനസികമായ വിലയിരുത്തലുകളിൽ കൃത്യമല്ലാത്ത ഉത്തരങ്ങൾ മനഃപൂർവ്വം നൽകുന്നതിലൂടെ കണ്ടെത്തലുകളിൽ നിന്ന് എളുപ്പത്തിൽ രക്ഷപ്പെടാൻ കഴിയും. എന്നാൽ ഒരു മണപരിശോധനയിൽ വിജയിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടാണ്. വീട്ടുമതിലിനുള്ളിൽ നട്ടുവളർത്തിയാൽ കുടുംബം നശിക്കുന്ന മരം ഏത്? അരളി, അശോകം, നാരകം, ചന്ദനം. ഉത്തരം നാരകം. വീടിൻ്റെ മതിൽക്കെട്ടിനുള്ളിൽ ഒരിക്കലും നട്ടുവളർത്താൻ പാടില്ലാത്ത ഒരു സസ്യമാണ് നാരകം. എന്നാൽ നാരകം തനിയെ വളർന്നു വരുന്നത് കൊണ്ട് പ്രശ്നമില്ല. നാരകം നട്ടുവളർത്തിയാൽ ആ വീട് കുടുംബത്തോടെ നശിച്ചു പോകുമെന്ന് വാസ്തു പറയുന്നു. ഭക്ഷണത്തിൽ നിന്ന് പൂർണ്ണമായും എന്തൊഴിവാക്കിയാൽ മരണം സംഭവിക്കും? മധുരം, മുട്ട, ഉപ്പ്, മഞ്ഞൾ. ഉത്തരം ഉപ്പ്. ശരീരത്തിലെ സോഡിയത്തിൻ്റെ അളവ് കുറയുന്നത് പേശീവലിവ്, ഓർക്കാനം, ഛർദി, തലകറക്കം എന്നിവയ്ക്ക് കാരണമാകും. ആത്യന്തികമായി ഉപ്പിൻ്റെ അഭാവം ഷോക്ക്, കോമ, മരണം എന്നിവയിലേക്ക് നയിക്കും. വിഷരക്തമുള്ള ജീവി ഏതാണ്? പാമ്പ്, ആമ, ഈൽ, കീരി. ഉത്തരം ഈൽ. ഈലുകളിൽ മനുഷ്യർക്ക് വിഷമുണ്ടാക്കുന്ന രക്തമുണ്ട്. പക്ഷേ വിഷം ചൂടാകുമ്പോൾ നിഷ്ക്രിയമാകും.
എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം ബൈ.